ഓക്കെ, യൂണിറ്റ് 3 ആണ് നമ്മൾ പറയാൻ പോണത്. അതിൽ നമ്മൾ ഫസ്റ്റ് പറയുന്നത് എക്സ്റേ ഫിലിം. എക്സ്റേ ഫിലിം എന്ന് പറയുന്നത് ഒരു മീഡിയമാണ്. നമ്മുടെ എക്സ്റേ വെച്ച് എക്സ്പോസ് ചെയ്യുന്ന ഇമേജസ് റെക്കോർഡ് ചെയ്യുന്നതാണ് എക്സ്റേ ഫിലിം. അത് നമ്മുടെ ഫോട്ടോഗ്രാഫിക് ഫിലിമിന് സിമിലർ ആണ്. അതേപോലെ തന്നെ അതിൻ്റെ ബേസിക് കമ്പോസിഷനൊക്കെ ഫോട്ടോഗ്രാഫിക് ഫിലിം പോലെ തന്നെയാണ് കേട്ടോ. അതേപോലെ തന്നെ അൺലൈക്ക് ഫോട്ടോഗ്രാഫ്സ് ഫിലിംസ് ലൈറ്റിൽ അല്ലെങ്കിൽ റേഡിയേഷൻ സെൻസിറ്റീവ് എമുലേഷൻസ് കോട്ടിങ് ബോത്ത് സൈഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് എക്സ്റേ ഫിലിംസും ഉള്ളത്. നമ്മളിപ്പോൾ കൂടുതൽ ഉപയോഗിക്കുന്നത് എക്സ്റേ ഫിലിംസിന് പകരം, നമ്മൾ കാസറ്റിലുള്ള എക്സ്റേ ഫിലിംസിന് പകരം ഇൻഡിസ്വൈൻ സ്ക്രീൻസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി എന്തൊക്കെ ദി എക്സ്റേ ഫിലിം ഈസ് കമ്പോസ്ഡ് ഫോളോയിങ്, നമ്മൾ ഒരു 4 ലെയേഴ്സ് ഉണ്ട് എക്സ്റേ ഫിലിമിന്. ഫസ്റ്റ് വൺ ആണ് ബേസ്, സെക്കൻഡ് വൺ ഫിലിം എമലൂഷൻ, തേർഡ് വൺ അഡിസീവ് ലെയർ, ഫോർത്ത് പ്രൊട്ടക്റ്റഡ് ലെയർ. 4 ലെയേഴ്സ് ആണ് ഫിലിമിന് ഉള്ളത്. ബേസ് എന്ന് പറയുന്നത് ഒരു സെൻട്രൽ പോർഷനാണ് ഫിലിമിൻ്റെ. അത് ഫോട്ടോഗ്രാഫിക് എവല്യൂഷൻ്റെ 2 സൈഡിലും അതിന് സപ്പോർട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഐഡിയലി ഒരു ബേസ് എന്ന് പറയുന്നത് ഒരു ഫ്ലെക്സിബിൾ മെറ്റീരിയലാണ്. അതേപോലെ തന്നെ സ്ട്രോങ് ആണ്. നമുക്ക് റിപ്പീറ്റ്ലി സ്നാപ്സ് അല്ലെങ്കിൽ എക്സ്റേ ഇലുമിനേഷൻ വ്യൂ ബോക്സിൽ വെച്ച് നമുക്ക് നോക്കാനും പറ്റും. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഒരു യൂണിഫോം ഹൈലി ട്രാൻസ്പാരൻറ്റ് അതേപോലെ ഒപ്റ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു ഫിലിമാണ് നമ്മൾ ജോമെട്രിക് ഡിസ്റ്റോർഷനാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മുടെ ഹീറ്റിൻ്റെ ഡെവലപ്പ് പ്രോസസ്സിംഗ് കൊണ്ട് നമുക്ക് ഫിലിമിന് അങ്ങനത്തെ ഒരു ബേസ് ആണ് നമ്മൾ ഇതിൽ വെച്ചിട്ടുള്ളത്. ഇനി ആദ്യകാലങ്ങളിലൊക്കെ ഈ ഫോട്ടോഗ്രാഫി ഫിലിംസിന്റെ പകരം ഈ ബേസ് വെച്ചിരുന്നത് ഗ്ലാസ് പ്ലേറ്റ്സ് ആണ് എക്സ്റേ ഫിലിമിന്. പിന്നെ നമ്മളത് ഗ്ലാസ് അത്ര ഇതായത് കൊണ്ട് നമ്മൾ മാറ്റിയിട്ട് സെല്ലുലോസ് നൈട്രേറ്റ് ആക്കി. ഒരു 1920s സെല്ലുലോസ് നൈട്രേറ്റ്സ് ആണ് നമ്മുടെ ഫിലിമിന്റെ ബേസ് ആയിട്ട് മാറ്റിയത്. പിന്നെ അത് മാറ്റി സെല്ലുലോസ് ട്രൈ അസിറ്റേറ്റ്സ് ആക്കി മാറ്റി. ബേസ് ഒരു 1924 സെല്ലുലോസ് ട്രൈ അസിറ്റേറ്റ് ആണ്. അത് പെട്ടെന്ന് കത്തിപ്പിടിക്കാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് എന്ത് ചെയ്തു, സെല്ലുലോസ് നൈട്രേറ്റ് നമ്മൾ മാറ്റി. പിന്നെ നമ്മൾ ഫൈനലി സ്ട്രോങ് ആയിട്ട് തിന്നായിട്ട് ഡയമെൻഷൻ സ്റ്റേബിൾ ആയിട്ടുള്ള ഫിലിം ബേസ് നമ്മൾ ഉണ്ടാക്കി. പോളിസ്റ്റർ പോളിറ്റൈൻ എന്നുള്ള ഒരു മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് പിന്നെ നമ്മൾ ഫിലിം ഡെവലപ്പ് ചെയ്തത്. ആ ഒരു പോളിസ്റ്ററിന്റെ തിക്നെസ് പറഞ്ഞാൽ 0.18 mm ആണ്. 1960 മുതൽ പിന്നെ നമ്മൾ ഫിലിം ബേസ് ആയിട്ട് ഉപയോഗിക്കുന്നത് പോളിസ്റ്റർ ആണ് കേട്ടോ. പിന്നെ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഫിലിം എമലൂഷൻ. ഫിലിം എമലൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു മിക്സർ ഓഫ് ജെലാറ്റിൻ. ഈ ജെലാറ്റിൻ എന്തിന്റെ ജെലാറ്റിൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡെഡ് ബോഡീസ് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് മനുഷ്യന്റെ ശരീരം ഹോസ്പിറ്റൽസിലൊക്കെ കൊടുക്കില്ല, അവരെയാണ് നമ്മൾ കഡാവേഴ്സ് എന്ന് പറയുന്നത്. അവരുടെ ബോൺസിൽ നിന്ന് എടുക്കുന്ന ഒരു മിക്സർ ജെലാറ്റിനാണ് ഈ ഒരു എമലൂഷന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെയാണ് ചെറുതായിട്ടുള്ള സ്മോൾ സിൽവർ ക്രിസ്റ്റൽ ഗ്രെയിൻസ് നമ്മൾ അതിൽ ഉപയോഗിക്കുന്നുണ്ട്. ഈ ഒരു ജെലാറ്റിൻ ഈ ഒരു ഫിലിം ബേസിൽ ഒരു മാട്രസ് പോലെയാണ് കിടക്കുന്നത്. ഈ സിൽവർ ഹാലർ ഗ്രെയിൻസ് ഒരു മാട്രസ് പോലെയാണ് കിടക്കുന്നത്. അത് ഡെവലപ്പിംഗ് ആൻഡ് ഫിക്സിങ് സൊല്യൂഷനെ പെനിട്രേറ്റ് ചെയ്ത് ആ ജെലാറ്റിൻ ചേഞ്ചസ് വരുത്തും. ബട്ട് അതിൻ്റെ സ്ട്രെങ്ത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ പെർഫോമൻസിൽ ഈ ജെലാറ്റിന് ചേഞ്ചസ് വരും. ഈ സ്മോൾ ക്രിസ്റ്റൽ ഗ്രെയിൻസ് ഹാലൈറ്റ്സ് 0.1 to 1.5 മൈക്രോൺ ഡയമീറ്റേഴ്സ് ആണ് ഉള്ളത്. അത് ലൈറ്റിന് സെൻസിറ്റിവിറ്റീസ് ആണ്, കൂടുതലും ആകർഷിക്കുന്ന മെറ്റീരിയൽ ആണ് ഈ ഒരു എമലൂഷൻ എന്ന് പറയുന്നത്. ഈ ഗ്രെയിൻസ് സിൽവർ അയോഡൈഡ് ആയിട്ട് മാറും. ഒരു 90 to 99% സിൽവർ ബ്രോമൈഡും 1% 10% സിൽവർ അയഡോണായിട്ടും ഈ ഒരു മെറ്റീരിയൽ മാറുന്നുണ്ട് കേട്ടോ. സോറി. ഈ ഒരു ആറ്റം സിൽവർ അയഡോൺ ബ്രോമൈഡ് ക്രിസ്റ്റൽസ് അറേഞ്ച് ചെയ്തിട്ട് ക്യൂബിക്കൽ ലാറ്റിക്സ് ഉണ്ടാക്കുന്നു. ഈ ക്രിസ്റ്റൽ കണ്ടെയ്ൻ ചെയ്യുന്ന ഫേസ് ഡിഫെക്ട് ചെയ്ത് സിൽവർ അയോൺസിന്റെ ഡിപ്ലേസ്മെന്റ് ചെയ്ത് അവിടെ ഫ്രീ മൂവ്മെന്റ് ക്രിസ്റ്റൽസ് ഉണ്ടാക്കുന്നു. ഈ ഒരു സിൽവർ അയോൺസ് ഫോർമേഷൻ ലാറ്റിൻ ഇമേജിനാണ് ഉണ്ടാക്കുന്നത്. ഈ സിൽവർ ഹാലൈഡ് ക്രിസ്റ്റൽസ് ലോ ഫോട്ടോഗ്രാഫിക് സെൻസിറ്റീവ്സ് ആണ്. ഈ ഒരു എമലൂഷന്റെ ഹീറ്റ് കൺട്രോൾ ചെയ്യുന്ന കണ്ടീഷൻസിൽ റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് നമ്മൾ സൾഫർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ പ്രൊഡക്ഷൻ ഓഫ് സൾഫർ ഹാലൈഡ് അതിന്റെ സർഫസിൽ ഇരുന്ന് ഈ ക്രിസ്റ്റൽ റെഫർ ചെയ്യും, സെൻസിറ്റീവ് സ്പെക്കിന് ഹെൽപ്പ് ചെയ്യും.
അപ്പോൾ നമ്മളെ ഈ സെൻസിറ്റീവ് സ്പെക്ക് അവിടെ ഉള്ളതുകൊണ്ട് ഈ ഇലക്ട്രോൺസ് എന്ത് വന്ന് വീഴും, ഈ ഒരു സെൻസിറ്റീവ് സ്പെക്കിലെ വന്ന് ട്രാപ്പ് ആവും. അങ്ങനെ നമുക്ക് ലാറ്റൻ ഇമേജസ് സെന്ററിൽ വരും. നമ്മൾ ഫിലിം എക്സ്പോസ് ചെയ്യുന്ന സമയത്ത് ആ എനർജി ഇതിലുള്ള അതിലത്തെ ഫോട്ടോൺസ് ഒബ്സർവ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ഈ ഇലക്ട്രോൺസിനെ ബ്രോമൈഡ് അയൺ ക്രിസ്റ്റൽസിലായിട്ട് ലിബറേറ്റ് ചെയ്യും. പിന്നെ ഇതിലുള്ള ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യുന്ന ഇലക്ട്രോൺസ് ക്രിസ്റ്റലിൽ ട്രാപ്പ് ചെയ്തിട്ട് അവിടെ പിടിച്ചു വെക്കും. ഈ ഒരു ക്രിസ്റ്റലിലെ ഇംപെർഫെക്ഷൻസ് അല്ലെങ്കിൽ ഡിസ്ലൊക്കേഷൻസ് ഡെഫക്ട്സ് ഒക്കെ നമ്മൾ ഈ സിൽവർ പാക്ക് കമ്പോസ് ചെയ്യുന്നത് അലുമിനിയം സൾഫേറ്റ് മോളിക്യൂൾസ് ആണ്. ഈ ഫ്രീ അയോൺസിന് അറ്റാച്ച് ചെയ്ത നെഗറ്റീവ് ചാർജ് കോമ്പണൻസ് അതിൽ നിന്നും ചാർജ് റെഡ്യൂസ് ചെയ്തിട്ട് ആറ്റം ഓഫ് മെറ്റാലിക്കൽ സിൽവർ ആയിട്ട് ഒപ്റ്റിക്കൽ ബ്ലാക്ക് കളറായിട്ട് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ എക്സ്റേ ഫിലിം നമ്മൾ ഇത് ചെയ്ത് വരുമ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിലാണ് നമുക്ക് ഇമേജസ് കിട്ടുക. പിന്നെ തേർഡ് ലെയർ എന്ന് പറയുന്നത് അഡിസീവ് ലെയർ. അത് ജനറൽ ആയിട്ട് ഈ എമിനേഷനെയും ബേസിനെയും അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ലെയറാണ്. അപ്പോൾ ഈ ബേസ് എന്ന് പറയുന്നത് ഫിലിമിന്റെ സെന്ററിലുള്ളത്, അതിന്റെ മുകളിൽ 2 എമലൂഷൻ കോട്ടിംഗ് ഉണ്ടായിരിക്കും. ഈ എമലൂഷനും ഈ ഫിലിമും കൂടി ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു തിൻ ലെയറായിട്ട് അഡിസീവ് ലെയർ കൊടുക്കുന്നത്. പിന്നെ ഈ എമലൂഷന്റെ മുകളിലുള്ളതാണ് ഈ ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ. ശരിക്കും പെട്ടെന്നൊന്നും സ്ക്രാച്ചസ് ഡാമേജസ് ഒന്നും നമ്മൾ നോർമലായിട്ട് ഹാൻഡിൽ ചെയ്യുമ്പോൾ വരാതിരിക്കാൻ വേണ്ടി ഒരു തിന്നായിട്ടൊരു ഔട്ടർ പ്രൊട്ടക്ട് ലെയർ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതും നമ്മളൊരു ജെലാറ്റിൻ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. ഫിലിമിൻ്റെ ലെയേഴ്സായിട്ടുള്ള ഒരു ഇമേജസ് നമ്മളെ നോട്ടിൽ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പ്രൊട്ടക്റ്റീവ് കോട്ടിംഗ് ലെയർ, ജെലാറ്റിൻ, ഇമുലേഷൻ സിൽവർ, ഹാലൈഡ്, അഡിസീവ് ലെയർ, ഫ്ലെക്സിബിൾ ബേസ് മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെയാണ് നെക്സ്റ്റ് 2 ഇപ്പോൾ സെൻറ്ററിൽ ഇപ്പോൾ നമ്മളൊരു സാൻഡ്വിച്ചിൻ്റെ മുകളിലും ബാക്ക് നടുവിൽ നമ്മൾ ചിക്കൻ പീസ് വെച്ച് മുകളിലും താഴെയും സാൻഡ്വിച്ചിന് വെക്കില്ലേ, പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ ഒരു കവറും ചെയ്യും, ഇല്ല ഈശയൊന്നും വരാതെ. ആ ഒരു സെറ്റപ്പിൽ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഒരു ഫിലിമിനെയും അറേഞ്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ. സാൻഡ്വിച്ച് എങ്ങനെയാണോ നമ്മൾ ഫില്ല് ചെയ്യണം അതേപോലെ തന്നെയാണ് ഫിലിമും ഫില്ല് ചെയ്തിരിക്കുന്നത്. സാൻഡ്വിച്ച് എക്സാമ്പിൾ പറഞ്ഞതാണ് കേട്ടോ. പിന്നെ ടൈപ്പ് ഓഫ് ഫിലിംസ്, നമുക്ക് ബേസിക്കലി ഒരു 4 ടൈപ്പ് ഓഫ് ഫിലിംസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ബേസ് ഫോട്ടോ സെൻസിറ്റീവ് എമുലേഷൻ ബേസ് ചെയ്തിട്ടാണ്. നമ്മൾ ഈ ഒരു ഇമേജിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫിലിമിന്റെ 2 സൈഡിലും എമുലേഷൻ ലെയേഴ്സ് ഉണ്ട്. 2 സൈഡിലും എമുലേഷന്റെ കോട്ടിംഗ് ഉള്ള ഫിലിമാണ് ഇപ്പൊ നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത്. ഇനി 2 സൈഡില്ലാതെ ഒരു സൈഡിൽ മാത്രം കോട്ടഡ് ഉള്ളതുണ്ട്, ഡബിൾ സൈഡ് കോട്ടിംഗ് ഉണ്ട്. സിംഗിൾ സൈഡ് കോട്ടിംഗ് എന്ന് പറയുമ്പോൾ ഫോട്ടോ സെൻസിറ്റീവ് എമുലേഷൻ കോട്ടഡ് ആണ്. അതിൽ സർഫസിൽ ഒരെണ്ണം മാത്രമേ ഒരു സ്ഥലത്ത് മാത്രമേ കോട്ട് ചെയ്തിട്ടുള്ളൂ. അത് സിംഗിൾ ഇൻഡിസ്ഫൈൻ സ്ക്രീൻ കാസറ്റിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക. ഈ കാസറ്റിന്റെ ഫ്രണ്ടിലാണ് ഇത്, കാസറ്റിന്റെ ഫ്രണ്ട് ഭാഗത്ത് മാത്രമേ ഈ ഒരു കോട്ടിങ് ഉണ്ടായിരിക്കുള്ളൂ. നമ്മുടെ ട്യൂബ് ഫേസ് ചെയ്തിരിക്കുന്ന സൈഡിൽ മാത്രമേ ഈ ഒരു കോട്ടിങ് ഉണ്ടാവുള്ളൂ. ഇപ്പുറത്തെ സൈഡിൽ ഓപ്പോസിറ്റ് സൈഡിൽ ഉണ്ടാവില്ല. നമ്മൾ മാമോഗ്രഫി ഫിലിമിന് വേണ്ടിയിട്ടാണ് കൂടുതലും സിംഗിൾ കോട്ട് ഫിലിംസ് ഉപയോഗിക്കുന്നത്. ഡബിൾ കോട്ട് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ബേസിന്റെ 2 സൈഡിലും സ്ക്രീനിന്റെ 2 സൈഡിലും എന്തുണ്ടാവും, ഈ ഒരു ഡബിൾ കോട്ടഡ് ഉണ്ടായിരിക്കും. അപ്പോൾ കാസറ്റിന്റെ സ്ക്രീനിലുള്ള 2 സൈഡിൽ ഇതുണ്ടായിരിക്കും. ഒരു സാൻഡ്വിച്ച് പോലെ തന്നെയായിരിക്കും ആ ഒരു സ്ക്രീൻ ഉണ്ടാവുക. ഓക്കെ. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇൻഡിഫൈൻ സ്ക്രീൻസിന്റെ ബേസിലാണ്. സ്ക്രീൻ ഫിലിംസ് ഉണ്ട്, നോൺ സ്ക്രീൻ ഫിലിംസ് ഉണ്ട്. സ്ക്രീൻ ഫിലിംസ് എന്ന് പറയുന്നത് ഇൻഡിഫൈൻ സ്ക്രീൻസ് നമ്മളെല്ലാം നമ്മളെ എക്സ്റേ എക്സ്പോസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ലേസർ എക്സ്പോഷർ ഫാക്ടേഴ്സ് പ്രോസസ്സിംഗ് ഡെവലപ്മെന്റ് റേഡിയോഗ്രാഫിക് ഇമേജസ് നമ്മൾ കൊടുക്കുന്നു. അതേപോലെ തന്നെ എമുലേഷൻ കോട്ടിങ് വളരെ തിന്നായിരിക്കും ഉണ്ടാവുക. നമ്മളിത് കൂടുതൽ ഉപയോഗിക്കുന്ന ഡയഗ്നോസ്റ്റിക് റേഡിയോഗ്രാഫിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. നോ സ്ക്രീൻ ഫിലിംസ് എന്ന് പറയുന്നത് അവിടെ ഇൻഡിഫൈൻ സ്ക്രീൻസ് ഇല്ല, ഡയറക്റ്റ് ആയിട്ട് ഫിലിമിലേക്കാവും റേഡിയേഷൻ വരിക. അതേപോലെ തന്നെ ഇതിലുള്ള എമുലേഷന്റെ തിക്നെസ് കൂടുതലാണ്. അതേപോലെ ഇത് കൂടുതലും ഉപയോഗിക്കുക ഡെന്റൽ റേഡിയോഗ്രാഫി അല്ലെങ്കിൽ ട്രഡീഷണൽ റൂട്ട് റേഡിയോഗ്രാഫീസിനൊക്കെ ആയിരിക്കും നമ്മൾ കൂടുതൽ ഉപയോഗിക്കുക. 3ാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ലൈറ്റിന് സെൻസിറ്റീവ് ആയിട്ടുള്ള എമുലേഷൻ കോട്ടിങ്ങുള്ളതാണ്. ബ്ലൂ ലൈറ്റ് സെൻസിറ്റീവ് ഫിലിംസ് ഉണ്ട്, ഗ്രീൻ ലൈറ്റ് സെൻസിറ്റീവ് ഫിലിംസ് ഉണ്ട്, ഓർത്തോറോമാറ്റിക് ഫിലിംസ് ഉണ്ട്, റെഡ് ലൈറ്റ് സെൻസിറ്റീവ് ഫിലിംസ് ഉണ്ട് കേട്ടോ.
ഈ പാരാക്രോമാറ്റിക് ഫിലിംസ് എന്ന് പറയുന്നത് അത് കൂടുതലും സ്പെക്ട്രൽ സെൻസിറ്റീവ് ആണ്. ഫിലിം മാഷിക്കുന്ന എമിഷൻ സ്പെക്ട്രത്തിൽ ഇൻഡിഫൈൻ സ്ക്രീൻസിനെ തന്നെയാണ് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് ഇൻക്രീസ് സെൻസിറ്റീവ് സിസ്റ്റത്തിനായിട്ട്. അതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഈ ട്രഡീഷണൽ കാൽഷ്യം ടങ്സ്റ്റൺ ഇൻഡിഫൈൻ സ്ക്രീനിൽ ബ്ലൂ കളറിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ഫിലിംസ് കൂടുതൽ ഇൻഡിഫൈൻ സ്ക്രീൻസിൽ നമ്മൾ സെൻസിറ്റീവ് ആവുന്ന ചെയ്യുമ്പോൾ നമ്മൾ ബ്ലൂവിലേക്ക് പോകുമ്പോൾ കൂടുതൽ എക്സ്പോസ്ഡ് ആയിരിക്കും. ഈ ഫോട്ടോഫിലിം എമലൂഷൻ കണ്ടെയ്നിരിക്കുന്ന സിൽവർ ബ്രോമൈഡിൽ ഈ ഒരു ക്രീം കളർ അബ്സോർവേഷൻ അൾട്രാ വയലറ്റ് അല്ലെങ്കിൽ ബ്ലൂ ലൈറ്റിന്റെ റിഫ്ലക്ഷൻ ഗ്രീൻ ലൈറ്റിനും അല്ലെങ്കിൽ റെഡ് ലൈറ്റിനും കൂടുതൽ ഈ ഫിലിമിൽ നമ്മൾ ഉപയോഗിക്കാറില്ല. എന്തെങ്കിലും അതിനായിട്ടുള്ള പ്രോബ്ലംസ് ഇൻഡിഫൈൻ സ്ക്രീൻസിൽ വരും. അപ്പോൾ കൂടുതൽ നമുക്ക് ബ്ലൂ കളർ സെൻസിറ്റീവ് ഫിലിംസ് ആണ് കൂടുതൽ ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് മൊത്തം നമ്മൾ ചെയ്യണത് ഡാർക്ക് റൂം, ഗ്രീൻ ലൈറ്റ് അല്ലെങ്കിൽ ബ്ലൂ ലൈറ്റ് ഒന്നും നമ്മൾ ഡാർക്ക് റൂമിൽ ഉപയോഗിക്കില്ല. നമ്മൾ ഫോട്ടോ സെൻസിറ്റീവ് ഫിലിംസ് നമ്മളെപ്പോഴും ഡാർക്ക് റൂമിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, ചേഞ്ച് ചെയ്യുക. കാരണം ഫിലിം കാസറ്റിനുള്ളിൽ വെക്കുന്നു, കാസറ്റിനുള്ളിൽ ഫിലിം എടുത്ത് എക്സ്പോസ് ചെയ്യലൊക്കെ എന്തിനുള്ളിൽ വെച്ചിട്ടാണ് ഡാർക്ക് റൂമിലുള്ള സേഫ് ലൈറ്റിന്റെ അണ്ടറിലാണ്. ഓക്കെ. പിന്നെ നാലാമത്തെ ഫിലിമിന്റെ സ്പീഡിനനുസരിച്ചിട്ടാണ്. ഒരു സ്റ്റാൻഡേർഡ് ഫിലിം സ്പീഡ് ഉണ്ട്, അത് പിന്നെ ഒരു ഫിലിം ലാറ്റിറ്റ്യൂഡ് ഉണ്ട്, അല്ലെങ്കിൽ ഫാർ സ്പീഡ്. നമ്മൾ ഓരോ ഫിലിമിൻ്റെയും സ്പീഡ് റെഫർ ചെയ്യുന്നത് അതിൻ്റെ സെൻസിറ്റീവിൽ റിലേറ്റ് ചെയ്തിട്ടായിരിക്കും. നമ്മൾ കൊടുക്കുന്ന എക്സ്റേയുടെ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന എമൗണ്ട് ഓഫ് റേഡിയേഷൻ്റെ അത് ഫാസ്റ്റർ ഫിലിമിലാണെങ്കിൽ നമുക്ക് റിക്വയറിന് ഈ ലെസ് എക്സ്പോഷർ മാത്രം മതിയായിരിക്കും. ഗ്രെയിനി ഇമേജസ് നമുക്ക് കിട്ടും. ഇനി നമ്മൾ സ്പീഡ് വൈസ് നമ്മളിത് കാറ്റഗറൈസ് ചെയ്യണമെങ്കിൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ ഫാസ്റ്റ് സ്പീഡിൽ ഫിലിം ഫാസ്റ്റ് ഉണ്ട്, സ്റ്റാൻഡേർഡ് ഉണ്ട്, ഫാസ്റ്റ് ഉണ്ട്, അൾട്രാ ഫാസ്റ്റ് ഫിലിംസ് ഉണ്ട്. ഈ സ്റ്റാൻഡേർഡ് ഫിലിംസ് ആണ് നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്നത്. അതിൽ ഫിലിമിന്റെ ലാറ്റിറ്റ്യൂഡ് ഗ്രേറ്റ് എക്സ്പോഷർ ആണ് ഉണ്ടാക്കുന്നത്. ഇനി ഫിലിം ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇത് അറേഞ്ച് ഓഫ് exposure factors ready to diagnostically useful the radiographic ഡെൻസിറ്റിക്ക് അനുസരിച്ചിട്ടാണ് ഈ ഒരു ഫിലിം ലാറ്റിറ്റ്യൂഡ്സ് ഉണ്ടാവുന്നത് കേട്ടോ.